Hey guys, welcome back to our channel. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ലേക്ക് സർവൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് 2 ആണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ബേസ് കെട്ടും ഗൈസ്. നമ്മളിന്ന് പുതിയ ബേസ് കെട്ടും. നമുക്കിനി കുറച്ച് ഫുഡിൻ്റെ ഒക്കെ ആവശ്യം വരും. അത് കൊണ്ടില്ല. എന്താ കൊള്ളാത്തത്? ഇനി കൊള്ളാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് നമ്മൾ ബേസ് കെട്ടാൻ പോണത് ഏകദേശം ഇവിടെയായിരിക്കും നമ്മുടെ ബേസ് കെട്ടാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ മൈനിങ്ങിന് പോകണം ഗൈസ്. ഇവിടെ കേവ് ഇല്ലേ? ഇത് കേവ് അല്ലേ? കേവാണ് തോന്നുന്നു. ഇവിടെ കുഴിയല്ലേ? ഇത് കുഴിയാണ് ഗൈസ്, കേവ് ഒന്നുമില്ല. സ്റ്റോണൊന്നുമില്ല ഇവിടെ. ഈ കോപ്പറിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. ഇപ്പം നമ്മളിവിടെയാണ് നമ്മുടെ ബേസ് കെട്ടാം. ഇവിടെ കെട്ടാല്ലേ? ഇവിടെ നമുക്ക് ബേസ് കെട്ടാം. എന്നിട്ട് മൊത്തം ഒരു ലോകം തന്നെ ഉണ്ടാക്കിയെടുക്കണം, ഈ വില്ലേജിനെ. ഇതാണ് നമ്മുടെ പ്ലാൻ ഗൈസ്. ഇതിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ആക്സ് ആണ് ഗൈസ്. ആക്സ് ഉണ്ടാക്കണം. അതല്ലേ നമ്മുടെ ബേസ്? അതന്നെ. ഇല്ല, അതല്ല. മാറി. ഇതാണ് നമ്മുടെ ബേസ്. പോടാ. ഗൈസ് 2 അയൺ പിക്കാക്സ് ഉണ്ടായിരുന്നു ഗൈസ്. 2 അയൺ പിക്കാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇല്ല, ഈ 2 അയൺ പിക്കാക്സ് ബഗ് അടിച്ചിട്ടുണ്ട് തോന്നുന്നു ഗൈസ്. ഞാൻ ടെസ്റ്റിൽ ഒരു അയൺ പിക്കാക്സ് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കിയാൽ നിങ്ങളറിയാം. ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്, എന്ത് ബഗ്ഗാണെന്ന് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഇതാണ് മോളിലേക്ക്. ഓ ഗൈസ്, ഈ ബ്ലാസ്റ്റ് ഫർണീസ് ഉള്ളത് കൊണ്ടാണ് ഇവൻ വന്നിട്ട് ഇവിടെ വരുന്നത്, ഈ വീട്ടിൽ. അതില്ല. നമുക്കിനി കുറച്ച് കല്ല് കളക്ട് ചെയ്യണം. കല്ല് കളക്ട് ചെയ്യാം. നമ്മൾ വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടില്ല ഗൈസ് ഇതുവരെ. ഞാൻ അയൺ പിക്കാക്സ് തന്നെയാണ് ഫസ്റ്റ് തുടങ്ങിയത് തന്നെ. കല്ല് താഴേക്ക് മൈൻ ചെയ്ത് പോവാം ഗൈസ്. എനിക്ക് തോന്നുന്നത് നമുക്കൊരു നമ്മുടെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. അതാണ് നല്ലത്. കാരണം പിക്കാക്സ് വേസ്റ്റ് ആക്കണ്ട. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റിക്ക് 2 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് ഡേർട്ട് നമുക്ക് കുഴിക്കാം. ഡേർട്ട് നമുക്ക് കൈ കൊണ്ട് കുഴിക്കാം ഗൈസ്. കാരണം പിക്കാക്സ് വെറുതെ വേസ്റ്റ് ആക്കണ്ട ഗൈസ്. അതുകൊണ്ടാണ് കൈ കൊണ്ട് കുഴിക്കാം. ഇവിടെ സ്റ്റോണൊന്നും ഇല്ലേ? അതുണ്ട്. ബഗ്രോക്ക് ആയതുകൊണ്ടാണ് ഗൈസ്. ഇവന് ഫോണിൽ കളിക്കാൻ പറ്റുള്ളൂ ഗൈസ്, PC-യിൽ കളിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല ഗൈസ്. ഇങ്ങനെ എടുക്കാം ഈ സ്റ്റോൺ. നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ബേസ് ആയി ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് സ്റ്റോറേജ് ഏരിയ ഒക്കെ വയ്ക്കാം. അവിടെ അയണൊന്നുമില്ല. അവിടെ അയൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പം ഇങ്ങനെ തൽക്കാലം കുഴിച്ചെടുക്കാം ഗൈസ്. പിന്നെ അത്ര പ്രോ ബിൽഡറൊന്നുമല്ല ഗൈസ്. അതുകൊണ്ട് എൻ്റെ മെയിൻ ബേസിൻ്റെ ബിൽഡ് കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും പറയണ്ട ഗൈസ്. ഞാൻ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യും ഫ്യൂച്ചർ എപ്പിസോഡുകളിൽ. ബേസിനെ അപ്ഗ്രേഡ് ചെയ്യും.
എല്ലാവരും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ചെയ്തങ്ങ് പൊളിക്കുക. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഒന്ന് മെയിൻ ബേസ് ഉണ്ടാക്കും, പകുതി പണിയെങ്കിലോ ഗൈസ്. ഗൈസ് ഒരു സ്റ്റാക്ക്, കറക്റ്റ് ഒരു സ്റ്റാക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സ് ഉണ്ടാക്കണം ഗൈസ്. മരം മുറിക്കാൻ ആക്സ് വേണം. ഈ വില്ലേജറാണ് വെറുതെ ഇതാക്കണം. ട്രൈഡ് ചെയ്ത് സോമ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ അവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്, അത് ഉറപ്പാണ്. പക്ഷെ കേവ് കാണാനില്ല, അതാണ്. ഇയാളിനെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ എന്തോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കുക. രാത്രി ആവാനായോ? ഇല്ലല്ലോ, നട്ടുച്ചയാണ് ഈ എന്നിട്ട് സോംബി സൗണ്ട് ഉണ്ടാക്കണം. എവിടെ നിന്ന് കേൾക്കണമെന്നൊന്നും എനിക്കറിയണില്ല. ഈ വീട്ടിൻ്റെ ഉള്ളിൽ പോയാൽ അപ്പം കേൾക്കുന്നുണ്ട്. മാറുന്നു. ബാക്കിലുള്ളിൽ കേവ് ഉണ്ടോ? ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുകയാണ് തോന്നുന്നു. കാരണം ഇവിടെ സൺലൈറ്റ് അടിക്കാത്തത് കാരണം സോംബിയും സ്കെൽട്ടനൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ടാവും. അതന്നെയായിരിക്കും സാധ്യത. നമുക്കൊരു ട്രീ ഫാം ഉണ്ടാക്കണം ഗൈസ്. ട്രീ ഫാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ. അത് നമുക്ക് ഒറ്റ ലൈനിൽ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് നോർമലായിട്ട് ഈ ലീഫ് ഇങ്ങനെ കൊഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും വെച്ചുകൊണ്ടിരുന്നാൽ മതി. അൺലിമിറ്റഡ് ട്രീ ഉണ്ട് നമുക്ക്. ഈ മരം ഞാൻ നേരത്തെ മുറിച്ചതാണ്, അത് ഓൾറെഡി ഉണ്ടാവും. കിടക്കട്ടെ, സ്റ്റിക്ക് ഉണ്ടാക്കാമല്ലോ. നമുക്ക് നമ്മൾ ബോർഡർ ലൈനിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ എടുക്കുന്നത്. അല്ല, ഈ ഒരു ഇതെടുക്കണം, വുഡ് ബോർഡർ ഉണ്ടാക്കണം ഫസ്റ്റ്. ഒരു ഫ്ലോറിലെ വീട് മതിയില്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഒരു ഫ്ലോർ വേണോ 2 ഫ്ലോർ വേണോ ഗൈസ്? ഈ മലൻ്റെ ഉള്ളിലായിരുന്നു തോന്നുന്നു കേവ്. ഗൈസ് മലൻ്റെ ഉള്ളിലായിരിക്കും മിക്കവാറും. മലൻ്റെ ഉള്ളിലൊരു കേവ് ഉണ്ടാവും. അവിടെ നിന്ന് സൗണ്ട് കേൾക്കണം. കേവ് അടാ, ചിലപ്പോൾ പറയാൻ പറ്റില്ല. വലിയ ഡഞ്ചൻ വല്ലതായിരിക്കും. ഡഞ്ചനാ അങ്ങനെ അടിയിലേക്ക് കുഴിച്ച് പോകുമ്പോൾ റവീന് വല്ലതും കാണും. ശരി, തേങ്ങ എനിക്ക് കാണുന്നില്ല. ഒന്നുമില്ല തോന്നുന്നു. പക്ഷെ ഇവിടെ നിന്നാണ് എനിക്ക് സൗണ്ട് കേൾക്കുന്നത്. നസീനിൽ എവിടെ? അത് നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. നടുറോട്ടി കൊണ്ട് മരം വെച്ചിരിക്കുകയാണ് ബ്രോ. നമുക്ക് വീടിൻ്റെ പ്രോഗ്രസ് ചെയ്യണം എന്തായാലും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ പ്ലാൻസ് ഉണ്ടാക്കാം. ബോർഡർ വേണ്ടല്ലേ എന്നാ നമുക്ക് ബോർഡർ. എൻ്റർമാൻ തന്നെ കൊല്ലണം. ഓയ്സ് ഞാൻ 2 പിക്കാക്സ് പണ്ടാരും പിടിച്ച സാധനം അറ്റാക്ക് ചെയ്യും കേട്ടോ. കണ്ടില്ല, കണ്ണിൽ നോക്കണ്ട. കണ്ണിൽ ഇപ്പം നോക്കണ്ട. അടിക്കുക, തലി. ഇത് ദൂരെ പോകുകയാണല്ലോ. എവിടെ അത്? എൻ്റെ അമ്മോ, അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പോ. ചാവ് ചത്തുപായി. എൻ്റർമാനെ കൊണ്ട് വല്ലാത്ത ശല്യം. ഗൈസ് നല്ല ഹെൽത്ത് പോയിട്ടുണ്ട് ഗൈസ്. കഴിക്കാൻ ഫുഡും ഇല്ല ഗൈസ്. എൻ്റർപ്പോൾ ഉള്ളത് ഇതൊന്നും എറിഞ്ഞു നോക്കിയല്ലോ. എനിക്ക് എറിയണമെന്നൊരാഗ്രഹം. അയ്യോ, രാത്രിയാവണേ ഗൈസ്. എന്തായാലും പിന്നെ എറിഞ്ഞു നോക്കാം. ചത്തു. കുഴപ്പമില്ല. നമുക്ക് കീപ്പ് ഇൻവെൻറ്ററി ഉണ്ട്.
നമ്മളതിപ്പോൾ ഓഫാക്കിയാലും ഇല്ല, നമ്മൾ ഇവിടെ നിന്നല്ലേ ഡെഡ് ചെയ്ത്. അപ്പം നമ്മൾ ഇങ്ങനെ ഡോറ് പറഞ്ഞാലും വരും ഗൈസ്. ഗൈസ് നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കിയെടുക്കണം. രാത്രിയാവാനായിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് ആയിട്ടോ ഗൈസ്. ഫർണസാ. ഓ ഇനി ഫർണസിനുള്ളിൽ വേറെ ഗൈസ് ഒരു സ്റ്റാക്ക് ബ്ലാങ്ക് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അതുകൊണ്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ് 8 സ്റ്റിക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രി ആവാനല്ലേ, കിടക്കാം ഗൈസ്. അയ്യോ രാവിലെ ഇല്ല. ഇപ്പോൾ രാവിലെ ആയോ? ഓക്കെ ഇനി നമുക്ക് വീടുണ്ടാക്കാൻ തുടങ്ങാം. വീട് വേണോ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് ഇതായിരിക്കും ചിലപ്പോൾ കേവ് പറയാൻ പറ്റില്ല. നോക്കാം. അടി ഡേട്ടൊക്കെ കാണുന്നു. സ്നാക്സ് കൊണ്ടൊക്കെ ഒഴിക്കുന്നു. പെട്ടെന്ന് പൊട്ടും. നമുക്കിപ്പോൾ ഫസ്റ്റ് മെയിൻ ബേസ് ചെറുതാക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ ഒരു നിലൻ്റെ ഒരു മെയിൻ ബേസാണ്. ഇത്ര നോളം മതി ഗൈസ്. ബോർഡർ ലൈനില്ലേ, ഇനി വരാൻ പോണ എപ്പിസോഡിൽ വയ്ക്കാം. ഇത് കുറച്ചും കൂടി റിസോഴ്സ് കളക്ട് ചെയ്യാനുണ്ട്. ഇത്രയും നീളം മതി ഗൈസ് ഇനി. കാരണം മെയിൻ ബേസ് ഇല്ല, എനിക്ക് ബേസ് അല്ല എൻ്റെ മെയിൻ കാര്യം. എനിക്ക് ബിൽഡിങ് അല്ല, അങ്ങനെയല്ല. അതവിടെ കിടക്കട്ടെ. അത് നമുക്ക് ബോർഡർ ലൈൻ വയ്ക്കാം അവിടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് വേണ്ടത് മറ്റേതാണ്. മെയിൻ ബേസിനെ കാട്ടിയും വേറെ സെപ്പറേറ്റ് ആണ്. ബേസ് ഒരു സ്ഥലത്ത്, സ്റ്റോറേജ് ഒരു സ്ഥലത്ത്, ഇങ്ങനെ വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. ചുറ്റും മതിൽ കെട്ടണം. മതിൽ കെട്ടിയിട്ട് ആ മതിലിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും, എല്ലാ ഫാമുകളും അങ്ങനെ വയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ ബോർഡർ വെച്ചാലോ? ഇപ്പോൾ തന്നെ വയ്ക്കാം കോബിൾ സ്റ്റോൺ ബോർഡർ. കോബിൾ സ്റ്റോൺ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ. നല്ല രസം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. റൂഫ് കോബിൾ സ്റ്റോണിൽ തന്നെ വയ്ക്കാം. ഓക്കെ, അവിടെ ഒന്നും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബോർഡറും കൂടി വയ്ക്കാം. ഇനി ഫൈനൽ ബോർഡർ ഇവിടെ. കോബിൾ സ്റ്റോൺ ബോർഡർ നന്നായിട്ടുണ്ട് ശരിക്കും, രസമുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ബോർഡർ വയ്ക്കാം. വെച്ചാ ഇല്ല, ഇപ്പം ശരിയായി. ഇത് അത്ര ബ്ലോക്ക് ഉണ്ടായ ഏകദേശം. ഐഷേ, ഒന്നും കൂടി നോക്കാം. ഓക്കെ, ആ ഒരു ബോർഡറും കൂടെ വെച്ചിട്ടുണ്ട് ഫൈനലി. ഓക്കെ, അതും കൂടി വെച്ചിട്ടുണ്ട്. ഡോറില്ല ഗൈസ്, ഡോർ ഉണ്ടാക്കണം. ഡോർ ഉണ്ടാക്കാനുള്ള പ്ലാങ്ക് നമ്മുടെ കയ്യിലായ 6 ഉണ്ടോ? 24 ഗൈസ്, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഡോർ എന്തായാലും ഉണ്ടാക്കാം. ഇനി നമുക്കൊരു റൂഫ് വേണം. റൂഫ് സോംബികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമെന്നാണ് എൻ്റെ പേടി. അതൊക്കെ പോകും, നമുക്ക് അടിച്ചിടാം. അതൊരു ക്രീപ്പർ അല്ലേ? അതിന് നമുക്ക്
ഒരു കാര്യം ചെയ്യാം. അവിടെ വേ ക്രീപ്പറേ വടാ വട 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 പൊട്ടെ മണ്ടയ്ക്ക് തിന്നില്ല. ബാക്കിലുണ്ടോ? അയ്യോ ഞാൻ ബാക്കിലുണ്ട് വിചാരിച്ചു. ഒന്നും കൂടി പൊട്ടിക്കാം. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്നാലും ചെയ്യില്ല. നമുക്ക് ഇവിടെ വീണ്ടും ഒരു എൻ്റർമാൻ ഉണ്ട് ഗൈസ്. വേറൊരു എൻ്റർമാനും കൂടി ഉണ്ട് ഗൈസ്. സൗണ്ട് എനിക്ക് കേൾക്കാം. എവിടെയാണെന്ന് അറിയില്ല. വേറൊരു എൻ്റർമാൻ ഉണ്ട് ഇവിടെ. റൂഫ് കംപ്ലീറ്റ് ആക്കിയില്ലേ ശരിക്കും. ആ സീനിൽ താഴെ ഇറങ്ങി നമുക്ക് നമ്മുടെ ഇനി നമുക്ക് ഡോർ അവിടെ ഡോറ് ആ ഡോറ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പൊട്ടെ. ശരി കുഴപ്പമില്ല. ഇങ്ങനെ ആയിരിക്കും. സെപ്പറേറ്റേ വയ്ക്കാം. 3 ഡോറായി. 6 ഡോറാ? വാട്ട് വെറുതെ വേസ്റ്റ് അയച്ചാൽ നമുക്ക് സ്മെൽട്ട് ചെയ്യാം. അതിലിട്ട് ഫർണസിൽ ഫ്യൂലാക്കി യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം എത്ര ഡോറാണോ ഇതന്നെ കറക്റ്റ് ഗൈസ്. 1 ഡോറേ മതി. നമുക്കിനി രാത്രിയാവാനായില്ലേ? അയ്യോ ഇതൊക്കെ അപ്പം വന്ന് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവും. മൈൻഡ് ചെയ്ത സ്ഥലത്തിൽ നമുക്ക് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോത്തെ അത്യാവശ്യം ഇതെന്താണ്ടോ ഇങ്ങനെ വെറുതെ സ്പോൺ ആവുന്നു ഗൈസ്. എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ് ഇതിന്. ഈ സീരീസ് നിർത്തിയാലോ ഗൈസ് നമുക്ക്? വേണ്ട ഗൈസ്. ഇത് ചിലപ്പോൾ ഇത് അവസാനത്തെ വീഡിയോ ആയിരിക്കും. കാരണം ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട് മൈൻക്രാഫ്റ്റിന് ഗൈസ്. എത്രമാത്രം പ്രാവശ്യം എന്നറിയാം സോംബി വരണം ഗൈസ്. ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. വീഡിയോന് കട്ട് ചെയ്ത് എത്രമാത്രം പ്രാവശ്യം എന്നറിയാം സോംബി വരണം. വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു ഡേ ടൈമിൽ. എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ് വേൾഡിന്. ഞാനൊരു മോഡ് യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.